2-3 മണിക്കൂർ നേരത്തെ മഴ കൊണ്ട് പമ്പയൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന രീതിയിലുള്ള മഴവെള്ളം വന്നു എന്ന് പറയുമ്പോൾ ആ മഴയുടെ തീവ്രത എത്രമാത്രം ഉണ്ട് എന്നുള്ള ആലോചിച്ചാൽ ബോധ്യമാകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി ലഭ്യമാകുന്ന കാര്യങ്ങളല്ല. നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മഴ പറയും, അതിനകത്തുള്ള കളർ ചേഞ്ച് പറയും, അലർട്ടിനെ കുറിച്ച് പറയും. പക്ഷേ ഇന്ന സ്പോട്ടിൽ ഇത് ചില കേന്ദ്രങ്ങൾ മാത്രം ഇത്തരം മഴ ഉണ്ടാവുകയാണ്, എല്ലായിടത്തും അല്ല. ചില കേന്ദ്രങ്ങളിലാണിത് ഉണ്ടാകുന്നത്, ഒരു ഏരിയയിൽ മാത്രം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഒരുപാട് ഇനിയും നമുക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ ഒരുപാട് അഡ്വാൻസ് ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങളിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഇന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള കാര്യം, ഏതെങ്കിലും രാജ്യത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും ആധുനിക രീതിയിൽ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുന്നുണ്ട്. അവർ പറയുന്നത് എല്ലായിടത്തും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്ന കാര്യം നമുക്ക് ഇവിടെയും ലഭ്യമാകുന്നുണ്ട് എന്ന വിവരമാണ് തരുന്നത്. എന്തായാലും ആ കാര്യങ്ങൾ അന്വേഷിക്കും. നമസ്കാരം. മഴക്കെടുതിയിൽ കേരളത്തിൽ ദുരിതം രൂക്ഷമായി തുടരുകയാണ്. വിവിധ അപകടങ്ങളിൽ ഇന്ന് 4 പേർ കൂടി മരിച്ചതോടെ 2 ദിവസത്തെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 12ആയി ഉയർന്നു. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നതായി സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. നിലവിൽ പ്രവർത്തിക്കുന്ന 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ദുരിതപ്പെയ്ത്ത് പോലെ പെയ്തിറങ്ങുകയാണ് വിവാദ പെരുമഴയും. സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കമെന്നാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ വിമർശനം. മുന്നറിയിപ്പുകളും മുന്നൊരുക്കങ്ങളും പാളിയെന്ന വിമർശനം ഉയർന്നതിന് പിന്നാലെ പല ക്യാമ്പുകളിലും ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിസ്സംഗതയും വിരുന്നുണ്ണലും ഹെലികോപ്റ്റർ യാത്രയും വിവാദമാകുന്നു. ജനങ്ങളാകമാനം ദുരിതം അനുഭവിക്കുമ്പോൾ കാര്യക്ഷമമായി ഇടപെടാൻ നമ്മുടെ സംവിധാനം പരാജയപ്പെട്ടു. മുന്നൊരുക്കങ്ങൾ പാളിയോ? മഴ മുന്നറിയിപ്പ് നൽകേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? മനുഷ്യനിർമ്മിത ദുരിതമാണോ ഈ ജനങ്ങൾ അനുഭവിക്കുന്നത്? പരിശോധിക്കുന്നു. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ നിജേഷ് അരവിന്ദ് കോൺഗ്രസ് പ്രതിനിധി, D. സുരേഷ് കുമാർ CPM പ്രതിനിധി, ഉല്ലാസ് ബാബു BJP പ്രതിനിധി, ഡോക്ടർ അജിൽ കോട്ടയിൽ ശാസ്ത്രജ്ഞൻ ക്യുസാറ്റ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ അജിൽ, ആദ്യം നമ്മൾ കേട്ടത് മന്ത്രി AP അനിൽകുമാറിന്റെ വാക്കുകളാണ്. ഒരു പ്രവചനം അസാധ്യമായ വിധത്തിലാണ് മഴ പെയ്തത് എന്നത് അദ്ദേഹം പറയുന്നു. അതിൻ്റെ ഉത്തരവാദിത്തം അത് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച അറിയിപ്പ് അത് സംസ്ഥാന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുക എന്നതാണ് ഉത്തരവാദിത്തം. അത് ചെയ്തിട്ടുണ്ട്, അതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, അത് അസാധ്യമാകുന്നു, ഇത് കേരളത്തിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലുമുള്ള സാഹചര്യമാണ് എന്നതുകൂടി സൂചിപ്പിക്കുകയാണ്. അങ്ങനെ പ്രവചനാതീതമായ ഒരു സാഹചര്യമാണോ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ ഒരു മഴയാണോ ലഭ്യമായിട്ടുള്ളത്? അതോ സംവിധാനങ്ങളുടെ വീഴ്ചയാണോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? സംവിധാനങ്ങളുടെ വീഴ്ചയാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഞാൻ മെയിനായിട്ടും മഴയുടെ അളവ്, അത്ര ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകാനുള്ള ബാക്ക്ഗ്രൗണ്ട് കണ്ടീഷൻസ്, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മൺസൂൺ എന്ന് പറയുന്നത് മൺസൂൺ ഒരു സജീവ കാലഘട്ടമുണ്ട്, നിർജീവ കാലഘട്ടമുണ്ട്. സാധാരണയായിട്ട് നമുക്ക് 120 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മൺസൂൺ കാലത്ത് 4-5 എപ്പിസോഡ്സ് ഓഫ് ഹെവി റെയിൻഫോളാണ് സാധാരണ കേരളത്തിൽ ലഭിക്കുന്നത്. അതായത് 4-5 എന്ന് പറയുമ്പോൾ ഒരു എപ്പിസോഡിൽ 3-4 ദിവസം നിൽക്കുന്ന ശക്തമായിട്ടുള്ള മഴ കേരളത്തിൽ ഉടനീളം സാധാരണ നമുക്ക് ലഭിക്കും. പക്ഷേ ഈ ഒരു മൺസൂണിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൽനിനോയുടെ പ്രസൻസ് കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലുള്ളൊരു ആക്റ്റീവ് കണ്ടീഷൻസ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്കുണ്ടായിരുന്നില്ല. അതായത് മൺസൂണിൻ്റെ ഒരു ആക്റ്റീവ് കണ്ടീഷൻസിലേക്ക് ശരിക്കും കടന്നത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളാണ് ഒരു ആക്റ്റീവ് കണ്ടീഷൻസിലേക്ക് മൺസൂൺ വന്നത്. അപ്പോൾ നമുക്കറിയാം, മഴയുടെ പാറ്റേൺ, കേരളത്തിൽ പെയ്യുന്ന മഴയുടെ പാറ്റേണിന് വളരെയധികം ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 2015 ശേഷം നമ്മുടെ മഴയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കേരള തീരത്ത് വിസിബിളാകാൻ തുടങ്ങി. 2018 തൊട്ട് പിന്നെ എല്ലാ വർഷങ്ങളിലും തുടർച്ചയായിട്ട് അതിശക്തമായിട്ടുള്ള മഴ പല സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് നമുക്ക് കിട്ടാൻ തുടങ്ങി. അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളും വളരെ അധികമായിരുന്നു. അപ്പോൾ മഴയുടെ ഈ ഒരു കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതേപോലുള്ള എക്സ്ട്രീം റെയിൻഫോൾ ഇവൻറ്റ്സ് ആണ്. ലോക്കലൈസ്ഡ് ആയിട്ടുള്ള, റീജിയണൽ ആയിട്ടുള്ള എക്സ്ട്രീം റെയിൻഫോൾ ഇവൻറ്റ്സ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഈ മൺസൂൺ തീർച്ചയായിട്ടും ഒരു എക്സ്ട്രീം റെയിൻഫോൾ കണ്ടീഷൻസ്, അതായത് അതിശക്തമായിട്ടുള്ള ഒരു 300-400 മില്ലിമീറ്റർ ഒരു സ്ഥലത്ത് പെയ്യുന്ന മഴ കിട്ടുന്നതിന് മുമ്പ് കുറേ പ്രോക്സീസ് നമുക്ക് എപ്പോഴും അന്തരീക്ഷത്തിൽ കാണാൻ കഴിയും. അതിലൊന്നാണ് നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ ഉണ്ടാകുന്ന ചക്രവാത ചുഴി, ലോ പ്രഷർ സിസ്റ്റം, അതേപോലെ തന്നെ നമ്മുടെ ഗുജറാത്തിൻ്റെ തീരത്ത് നോർത്ത് വെസ്റ്റ് പാർട്ടിലുണ്ടാകുന്ന ന്യൂനമർദ്ദ പ്രദേശങ്ങൾ. ഇതെല്ലാം തന്നെ കേരള തീരത്തേക്ക് ഉള്ള മൺസൂൺ കാറ്റിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പര്യാപ്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ തന്നെ അത് നമുക്ക് തീർച്ചയായിട്ടും 3-4 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ ന്യൂനമർദ്ദത്തിൻ്റെ സാധ്യത പ്രവചിക്കപ്പെടാറുണ്ട്. അതൊക്കെ സാധാരണ ആക്യുറേറ്റ് ആകാറുമുണ്ട്. നമ്മൾ ഈ മൺസൂൺ കാറ്റിൻ്റെ ശക്തി ഈ പറയുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മൺസൂൺ കാറ്റ് ശക്തമാകും. അതോടനുബന്ധിച്ച് തന്നെ കേരളത്തിൽ പരക്കെ ശക്തമായിട്ടുള്ള മഴ ലഭിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അത് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് കേരള തീരത്തുണ്ടാകുന്ന ചക്രവാത ചുഴി. ഇപ്പോൾ ഈ ഒരു എക്സ്ട്രീം റെയിൻഫോൾ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ 2018 തൊട്ട് 2024 വരെയുള്ള കേരളത്തിലുണ്ടായ എക്സ്ട്രീം റെയിൻഫോൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കേരള തീരത്തിനുള്ള അറബിക്കടലിലുണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 കിലോമീറ്റർ സ്ക്വയർ വലിപ്പമുള്ള അതിശക്തമായിട്ടുള്ള മേഘങ്ങൾ കൊണ്ടാണ് ഈ ലോക്കലൈസ്ഡ് എക്സ്ട്രീം റെയിൻഫോൾ ഇവൻറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു മേഘങ്ങളുടെ ഒരു പാർട്ട് മാത്രമാണ് നമ്മുടെ കരയിലേക്ക് കയറി നിൽക്കുന്നത്. അപ്പോൾ ഈ മേഘങ്ങളെ സാധാരണ നമ്മൾ പറയുന്നത് മീസോസ്കെയിൽ കൺവെക്റ്റീവ് സിസ്റ്റംസ് എന്നാണ്. അപ്പോൾ അതിനൊരു ഈ 1000 കിലോമീറ്റർ സ്ക്വയറോളം വലിപ്പം ഉണ്ടാവും. അത് ഒരു ദിവസം ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തിട്ട് മഴ പെയ്യിക്കാൻ കെൽപ്പുള്ള മേഘങ്ങളാണ്. അപ്പോൾ ആ മേഘങ്ങളുടെ ശക്തി കുറയുന്നതനുസരിച്ചായിട്ടായിരിക്കും നമുക്ക് കേരളത്തിലുള്ള മഴയുടെ ശക്തിയും കുറയുന്നത്. അപ്പോൾ ഈ ഒരു മേഘങ്ങളുടെ കേന്ദ്രീകരണം നമുക്ക് പറയാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ഡേറ്റ വെച്ചിട്ടും റഡാർ ഡേറ്റ വെച്ചിട്ടും ഒരു ദിവസം മുമ്പ് തന്നെ അറബിക്കടലിൽ ഉണ്ടാകുന്ന മേഘങ്ങളുടെ പ്രത്യേകത, അതായത് ഈ മേഘങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം 10-12 കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു മേഘങ്ങളുടെ സമുച്ചയമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മുടെ കരയിലേക്ക് കയറിയിട്ട് ഇതേപോലുള്ള അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. അല്ലാതെയും കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകാം. പക്ഷേ അത് ഒരിക്കലും ഈ ഒരു ദിവസം 1.5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അല്ല 2 ദിവസം നിൽക്കുന്ന മഴകളല്ല. അത് ലോക്കലൈസ്ഡ് മഴകളായിരിക്കും. 1-2 മണിക്കൂറുകളത് പെയ്യും, അത്യാവശ്യം നല്ല മഴ കിട്ടും, വളരെ ഒരു ലോക്കലൈസ്ഡ് ഉള്ള പ്രദേശത്ത് അതുകൊണ്ടുള്ള ഡാമേജും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രോക്സീസാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രീം റെയിൻഫോളിന് മുമ്പ് ഈ എക്സ്ട്രീം റെയിൻഫോളിലേക്ക് കടക്കുവാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള 1-2 സൂചനകൾ ശരിക്കും ഇതാണ്. അത്തരം സൂചനകൾ ഇത്തവണയും ഉണ്ടായിരുന്നു. അത് കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്നതാണോ? ഇവിടെ ഇപ്പോൾ റാന്നി, വടശ്ശേരിക്കരയിലും വാഗമണ്ണിലും ലഭിച്ച മഴ 300 മില്ലിമീറ്ററിനടുത്തുള്ള മഴയാണ്. അത് പെയ്തിറങ്ങിയത് 7 മുതൽ 12 മണിക്കൂറിനുള്ളിലാണ്. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്നു. അതാണ് കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്തും അതുതന്നെയാണ് സംഭവിച്ചത്. അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇത് മുൻകൂട്ടി പ്രവചിക്കുക സാധ്യമല്ലേ? കൃത്യമായ പ്രവചനം സാധ്യമല്ലേ? ഈ റെഡ് അലർട്ട് ലഭിക്കുന്നത് ഈ മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. അതുവരെ ഓറഞ്ച് അലർട്ട് മാത്രമായിരുന്നു ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതാണ് ഒരു മുന്നൊരുക്കം നഷ്ടപ്പെടുത്താനുള്ള പ്രധാന കാരണം. അതെ, തീർച്ചയായിട്ടും നമുക്ക് പല സ്ഥലങ്ങളിലും മഴയുടെ അളവ് പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കിട്ടിയ മഴ 300 മില്ലിമീറ്റർ അല്ലെങ്കിൽ 400 മില്ലിമീറ്റർ അധികം മഴയാണ് ഒരു ദിവസം നമുക്ക് കിട്ടിയത്. പക്ഷേ നമുക്കറിയാം ഓഗസ്റ്റിൽ നമുക്ക് കേരളത്തിൽ കിട്ടേണ്ട ശരാശരി മഴ എന്ന് പറയുന്നത് ഏകദേശം 425 മില്ലിമീറ്റർ അങ്ങാണ്ടാണ്. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് തന്നെ 250 മില്ലിമീറ്ററോളം റെയിൻ കേരളത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കൺവെക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മേഘസമുച്ചയങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന മഴയാണ് അത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടാവുന്ന ഒരു പ്രോക്സി, നമുക്കൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ അറേബ്യൻ സീയിലും അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിലുള്ള മേഘങ്ങളുടെ രൂപീകരണത്തിൻ്റെ ഒരു രൂപീകരണത്തിൻ്റെ സൂചന നമുക്ക് 1-2 ദിവസം മുമ്പ് കിട്ടും. ഈ പറയുന്ന പോലെ എക്സ്ട്രീം റെയിൻഫോൾ ഏത് ഭാഗത്ത് പെയ്യുന്നു എന്നുള്ളത് ഈ പറയുന്ന പോലെ നമുക്ക് 1 ഡേക്ക് മുമ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് നൗകാസ്റ്റിംഗ് രീതിയിൽ 3-4 മണിക്കൂറേ നമുക്കൊരു ലീഡ് ടൈം ഉള്ളൂ. അപ്പോൾ 4 മണിക്കൂറിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റും. കാര്യം ഈ മേഘങ്ങൾ അറബിക്കടലിൽ രൂപീകരിക്കുന്ന ഈ മേഘങ്ങൾ എന്ന് പറയുന്നത് കാറ്റിൻ്റെ ദിശ അനുസരിച്ചും അതിൻ്റെ സ്പീഡ് അനുസരിച്ചും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഏത് ഭാഗത്താണ് ഈ മേഘങ്ങളുടെ ഒരു എഡ്ജ് കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പ് നമുക്ക് പറ്റില്ല. അത് നമുക്ക് 3-4 മണിക്കൂർ മുമ്പ് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. പക്ഷേ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥ മാറിയ സാഹചര്യത്തിൽ മഴയല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ
ആക്ഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ കൂടുതലായിട്ടും ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. തീർച്ചയായും അതിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ്. നമുക്കൊപ്പം ഞാൻ മറ്റ് അതിഥികളിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം നമുക്കൊപ്പം ചേരുകയാണ്. പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ രാജു എബ്രഹാം, താങ്കളുടെ വാക്കുകളാണ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കം എന്ന് താങ്കൾ പറയുന്നു. വളരെ ഗൗരവമുള്ള ആരോപണമാണ്. എന്താണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം? പ്രധാനപ്പെട്ട കാരണം, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇവിടെ അണക്കെട്ടുകൾ തുറന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അണക്കെട്ടുകൾ തുറക്കുന്നതിന്റെ പ്രോട്ടോകോൾ, ആ പ്രോട്ടോകോൾ പ്രകാരം അണക്കെട്ട് തുറക്കുമ്പോൾ ബന്ധപ്പെട്ട പഞ്ചായത്തുകളെ അറിയിക്കണം, ജനപ്രതിനിധികളെ അറിയിക്കണം. അർദ്ധരാത്രിയാണെങ്കിൽ, പകലാണെങ്കിലും അർദ്ധരാത്രിയാണെങ്കിലും ഒരു മൈക്ക് അനൗൺസ്മെന്റ് എല്ലാ തവണയും നടത്തുന്നതാണ്. അത്തരം ഒരു അനൗൺസ്മെന്റ് നടത്തി നാട്ടുകാരെ അറിയിച്ചിട്ടില്ല. നാട്ടുകാരെ അറിയിച്ചിരുന്നെങ്കിൽ ആയിരക്കണക്കിന് വീടുകളിൽ അവർ അതിന്റെ മുൻകരുതൽ എടുത്തേനെ, അവർ മാറി നിന്നേനെ. ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ അവർക്ക് മാറ്റാൻ കഴിയുമായിരുന്നു. ഒഴുകിപ്പോന്ന ഉപകരണങ്ങൾ അത് തൽക്കാലം ആ വീടുകളിൽ കെട്ടിയെങ്കിലും ഇടാൻ പറ്റുമായിരുന്നു. പല വീടുകളിലെ ഉപകരണങ്ങൾ ഒഴുകിപ്പോയി. അതിന്റെ ഫലമായിട്ട് വെള്ളം നമുക്ക് തടയാൻ കഴിയത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. തീവ്ര മഴയെ നമുക്ക് തടയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഏകോപനമാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വാർ റൂം തുറന്നുകൊണ്ട് മുമ്പ് സർക്കാരുകൾ ചെയ്തതുപോലെ അവിടം കേന്ദ്രീകരിച്ച് ബന്ധപ്പെട്ട ഏകോപനം നടത്തുക എന്ന് പറഞ്ഞാൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുക. ആ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടത് മുന്നറിയിപ്പ് നൽകുക. എന്തുകൊണ്ട് റെഡ് അലേർട്ട് നൽകിയില്ല? റെഡ് അലേർട്ട് നൽകേണ്ടതല്ലേ? റെഡ് അലേർട്ട് നൽകാനുള്ള മഴ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. തീവ്ര മഴയാണ് പെയ്തത്. അങ്ങനെ ഒരു തീവ്രമഴ പെയ്യും എന്നുള്ള വിവരം ആരെങ്കിലും അറിയിച്ചോ? ഇവിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരുന്ന 3 മണിക്കൂർ, ഇതാണ് ഒടുവിൽ വന്ന അറിയിപ്പ്. ആ അറിയിപ്പ് എത്ര പേർക്ക് കിട്ടി? ഒരു സാധാരണഗതിയിൽ ഒരു മെസ്സേജ്. അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ ഗവൺമെന്റ് അല്ലേ ഇടപെടേണ്ടത്? തീവ്രമഴ പെയ്യും എന്ന് ഉറപ്പായിരുന്നെങ്കിൽ ആ വെള്ളിയാഴ്ച രാത്രിയിൽ മുന്നറിയിപ്പ് നമ്മൾ ടെലിവിഷൻ വഴി അറിയിക്കാം, അല്ലാതെ തന്നെ പ്രാദേശികമായിട്ട് അറിയിക്കാം, ജനപ്രതിനിധികളെ അറിയിക്കാം. ഇത്രയും സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിൽ പ്രധാനപ്പെട്ടത് റെഡ് അലേർട്ട് നൽകുക എന്നുള്ളതാണ്. അങ്ങനെ റെഡ് അലേർട്ട് നൽകിയില്ല. നാട് മുഴുവൻ മുങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാണ് റെഡ് അലേർട്ട് നൽകിയത്. നാട് മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി. പ്രവർത്തകർ പുലർച്ചെ 4 മുതൽ രക്ഷാപ്രവർത്തനത്തിൽ നാട്ടുപ്രദേശങ്ങളിൽ, നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് മുൻപിൽ നിന്ന്. അത് നമ്മൾ കേരളത്തിൽ എപ്പോഴും കാണുന്നതാണല്ലോ. നമ്മളൊരു ദുരന്ത സമയത്ത് ഒരുമിച്ച് ഇറങ്ങി ആ ദുരന്തത്തിൽ നിന്ന് നമ്മൾ രക്ഷ നേടുക, അല്ലെങ്കിൽ സഹജീവികൾക്ക് സഹായമാവുക, അത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അത് കേരളത്തിന്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ എല്ലാ നാട്ടിലുമൊക്കെ അങ്ങനെയുണ്ട്. ഇതിപ്പോൾ വലിയ ഗൗരവമുള്ള ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചിരിക്കുന്നത്. വലിയ പരാജയം ഏകോപനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നതാണ് താങ്കൾ പറയുന്നത്? വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്ന നടപടി ഉണ്ടായിരുന്നെങ്കിൽ NDRFന്റെ സംഘത്തെ നേരത്തെ അവിടെ ക്യാമ്പ് ചെയ്യിപ്പിക്കണ്ടേ? മറ്റു സ്ഥലങ്ങളിൽ എല്ലാം സജ്ജമായ, ഏത് സ്ഥലത്താണോ കലാമിറ്റി വരുന്നത്, ഇടുക്കിയിലാണോ, പത്തനംതിട്ടയാണോ, കോട്ടയത്താണോ, കാസർഗോഡാണോ, ആ സ്ഥലങ്ങളിലേക്ക്, അവിടെ ഏത് സ്ഥലങ്ങളിലേക്കും പോകാൻ സജ്ജമായിട്ടുള്ള ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങൾ അവിടെ ഒരുക്കണ്ടേ? ആ പ്രദേശങ്ങളിൽ പിന്നീട് അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണ്ടേ? ക്യാമ്പുകൾ നേരത്തെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ ക്യാമ്പുകളിൽ എല്ലാവരും പോവില്ല. ആ ക്യാമ്പുകളിൽ പോകാത്ത ആളുകൾക്ക് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകൾക്കുണ്ട്. ആ വീടുകളിൽ സന്നദ്ധ സംഘടന വളരെ കൃത്യമായിട്ട് തന്നെ ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായ ഏകോപനം, സ്റ്റേറ്റിൽ ഒരു വാർ റൂം തുറന്ന് അത്തരം ഒരു ഏകോപനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടാകില്ലായിരുന്നു. ഇവിടെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വന്നു പത്തനംതിട്ടയിൽ. ആ മന്ത്രി വന്ന് ഉദ്യോഗസ്ഥ യോഗം നടത്തി. അദ്ദേഹം പോയി അവിടെ ക്യാമ്പ് ചെയ്ത് ഈ 2018 പ്രളയത്തിന്റെ 4/1 നാശനഷ്ടം അല്ലെങ്കിൽ പ്രളയ ദുരന്തങ്ങൾ അല്ലെങ്കിൽ വെള്ളം ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ഒറ്റ ദിവസം മഴ പെയ്തപ്പോൾ
നമ്മുടെ നാട് ഈ നിലയിലായി. തീർച്ചയായും ഞങ്ങൾ ഇന്നലെ ഇത് ചർച്ച ചെയ്യാതിരുന്നത്, ഞങ്ങളൊരു വാർത്താക്കുറിപ്പോ മീഡിയയോട് പറയാതിരുന്നത്, ഇന്നലെ എല്ലാവരും രക്ഷാപ്രവർത്തനങ്ങളിലായിരുന്നു. അതുകൊണ്ട് അതിനിടയിൽ ഇത്തരം ഒരു തീർച്ചയായും ആ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ശ്രീ രാജു എബ്രഹാം, നോക്കൂ, ഇവിടെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട് പത്തനംതിട്ടയിൽ പലയിടത്തും എന്ന് കേൾക്കുന്നു. ആവശ്യത്തിനുള്ള സംവിധാനങ്ങളില്ല, ഭക്ഷണം വൈകി എന്നൊക്കെ പറഞ്ഞുള്ള പരാതികളുണ്ട്. അതിന്റെ വസ്തുത എന്താണ്? ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം നൽകുന്നുണ്ട്, സർക്കാർ സംവിധാനം വഴി ആ ഭക്ഷണം നൽകുന്നുണ്ട്. എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോകാത്ത അനേകം ആളുകളുണ്ട്. അവരുടെ വീട് വിട്ട് പോകാൻ അവർക്ക് മടിയാണ്. അത്തരം വീടുകളിൽ ഭക്ഷണ പൊതികൾ എത്തിച്ചു കൊടുക്കണം. അത്തരം ഭക്ഷണ പൊതികൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം കാര്യക്ഷമമായി ഉണ്ടായിട്ടില്ല. എന്തിന്? ദുരിതാശ്വാസ ക്യാമ്പിൽ പോലും കുടിവെള്ളം കൃത്യമായിട്ട് നമുക്കിപ്പം തന്നെ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ചില ദുരിത ക്യാമ്പുകൾ, ആ ക്യാമ്പുകളിൽ സൗകര്യങ്ങൾ വളരെ കുറവാണ്. നേരത്തെ തന്നെ ക്യാമ്പുകൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങളുള്ള സ്ഥലത്ത് അവിടെ പല ആളുകളാണ് അവിടെ വരുന്നത്, എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. അടിസ്ഥാന സൗകര്യങ്ങൾ മുൻകൂട്ടി ഉണ്ടാക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. അതിനിയും വൈകിപ്പോയിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നെങ്കിലും ആ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. മാത്രവുമല്ല, നേരത്തെ 2018-ലും 2019-ലും നമ്മുടെ കേരളത്തിൽ നടന്ന കുറെ മാതൃകാപരമായ നടപടികളുണ്ട്. അതിൽ ഒന്ന്, വെള്ളം കയറിയ എല്ലാ വീടുകൾക്കും 10,000 രൂപ വെച്ച് അന്ന് സർക്കാർ കൊടുത്തു. ഒന്നും നോക്കിയില്ല. നാശനഷ്ടം വന്ന വീടുകൾക്ക് അവർക്ക് 2 ലക്ഷം 3 ലക്ഷം രൂപ വരെയാണ് നാശനഷ്ടം ചെറിയ രൂപത്തിൽ വന്ന വീടുകൾക്ക് നൽകിയത്. പൂർണ്ണമായി പോയ വീടുകളെല്ലാം തന്നെ പുനരുദ്ധരിച്ചു. അതിനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ കടകൾ, ഞാനത് പറയാൻ വിട്ടുപോയി. കാരണം ഓണത്തിന് സ്റ്റോക്ക് എടുത്ത കടകളാണ് ഭൂരിപക്ഷം കടകളും. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. നഷ്ടപരിഹാരം എന്ന് പറയുന്നത് അത് നൽകുന്നതിന് ഇനിയും സമയമില്ലേ? അത് മുഖ്യമന്ത്രിയൊക്കെ തന്നെ ഇനിയും വരുന്ന ദിവസങ്ങൾ വിശദീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്യേണ്ടതല്ലേ ശ്രീ രാജു എബ്രഹാം? ഇന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ റാന്നി ടൗണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നപ്പോൾ അവിടുത്തെ കടകൾ, ആ കടക്കാര് അവരെ വിളിച്ച് കൊണ്ടുപോയി. ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ 2 or 3 ലോറി സാധനങ്ങളാണ് ഒരു റെഡിമെയ്ഡ് കടയിൽ നിന്ന് മാത്രം കൊണ്ടുപോയത്. ഞങ്ങൾ പോരുമ്പോൾ പകുതിയിൽ കൂടുതൽ സാധനങ്ങൾ അവിടെ ഡംപ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു കടയിൽ തന്നെ ഏതാണ്ട് ഒരു 10 ലോഡ് സാധനങ്ങൾ ഉണ്ട്. 500-ലധികം കടകളിലാണ് ഈ നഷ്ടം ഉണ്ടായത്. 500-ലധികം കടകൾ. എത്ര ലോഡ് സാധനങ്ങൾ അവിടെ ഉണ്ടാകും? ഇത് ആരാണ് കൊണ്ടുപോകേണ്ടത്? ഇത് നേരത്തെ ക്ലീൻ കേരള കമ്പനിയാണ്. ഞങ്ങൾക്കറിയാം, 2018-ൽ റാന്നി ടൗണിൽ തന്നെ 400 ലോഡ് സാധനങ്ങൾ, വലിയ ലോഡ് സാധനങ്ങളാണ് ക്ലീൻ കേരള കമ്പനി ശേഖരിച്ച് കൊണ്ടുപോയത്. പക്ഷെ ഇപ്പോ കടക്കാരുടെ ഉത്തരവാദിത്തത്തിൽ അത് നടത്തണം. ആ നിലപാട് ശരിയാണോ? ആ നിലപാട് ശരിയല്ല. അവിടെ ക്ലീൻ കേരള കമ്പനിയെ വിന്യസിക്കണം. അത് ഇന്ന് ചെയ്യേണ്ട കാര്യമാണ്, ഭാവിയിൽ ചെയ്യേണ്ട കാര്യമല്ല. ഇന്ന് ചെയ്യണം. അവിടെ സന്നദ്ധ പ്രവർത്തകർ, ഡിവൈഎഫ്ഐ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരാണോ? അവർ ചെയ്യും. അത് രണ്ടാമത്തെ വിഷയം. അവരല്ല ഇത് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് ഉടൻ കൊടുക്കേണ്ട സമാശ്വാസം. ശരി, സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. നോക്കൂ, വരും ദിവസങ്ങളിലും മഴയുണ്ടാകും എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ അടിയന്തരമായി എന്തൊക്കെ ഇടപെടൽ വേണം? ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടി താങ്കൾ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അങ്ങനെ സർക്കാരിനോട് ആവശ്യപ്പെടാൻ എന്താണുള്ളത്? അടിയന്തരമായി എന്താണ് അവിടെ ആ പ്രദേശത്തേക്ക് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ? അടിയന്തരമായി ശ്രദ്ധ പതിയേണ്ട കാര്യം, നമുക്ക് NDRFന്റെ യൂണിറ്റുകൾ, ആ യൂണിറ്റുകളെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വിന്യസിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോ ഇടുക്കി ജില്ലയിൽ പ്രധാനമായിട്ടും വരുന്നത് ഉരുൾപൊട്ടാണ്. അങ്ങനെ ഉരുൾപൊട്ടുന്ന പ്രദേശങ്ങളിൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം അവർക്ക് എത്രയും വേഗം ചെയ്യേണ്ടത്? ഉരുൾപൊട്ടലിനെ നമുക്ക് തടയാൻ കഴിയില്ല. പക്ഷേ റെഡ് അലേർട്ട് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ മുൻകൂട്ടി തന്നെ റെഡ് അലേർട്ട് നൽകണം. ആ റെഡ് അലേർട്ട് നൽകിയാൽ നമ്മുടെ നാട്ടുകാർക്ക് നല്ല നിശ്ചയമുണ്ട്. അവർ വലിയ മുൻകരുതലെടുക്കും. അവർ മാറി താമസിക്കും. അങ്ങനെ ഉള്ള പ്രദേശങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത പ്രദേശങ്ങളിൽ, വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ, ആ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി ക്യാമ്പുകളിൽ പാർപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് ഏത് ജില്ല എന്നൊന്നില്ല.
ഇപ്പൊ നമ്മൾ കണ്ടു അടിയന്തരമായുള്ള ഇടപെടി. ഇപ്പൊ മുതലപ്പുഴ അവിടെ നമ്മുടെ നിരവധി സഹോദരങ്ങളും തീർച്ചയായും അവിടങ്ങളിൽ ഉൾപ്പെടെ ആ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും പത്തനംതിട്ടയിലെ സാഹചര്യമാണല്ലോ താങ്കൾ വിശദീകരിച്ചത്. വളരെ നന്ദി ശ്രീ രാജു എബ്രഹാം ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും ജില്ലയെ സംബന്ധിച്ച് ഇപ്പോഴും ദുരിതപ്പെയ്ത്തിന് ഒരു കുറവ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ദുരിതം അകന്നിട്ടില്ല എന്നൊരു സാഹചര്യമാണ്. അവിടെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ സംബന്ധിച്ച് കൂടി ചൂണ്ടിക്കാട്ടുകയായിരുന്നു അദ്ദേഹം. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, വലിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മുന്നറിയിപ്പുണ്ടായിരുന്നുവെങ്കിൽ റാന്നിയിലൊക്കെ ഉണ്ടായിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഒരു പരിധിവരെ മാറ്റാൻ കഴിയുമായിരുന്നു. ജനങ്ങൾക്ക് അവരുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. മറ്റ് നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ കഴിയുമായിരുന്നു. അതുണ്ടായില്ല. വലിയ രീതിയിലുള്ളൊരു പാളിച്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ സംവിധാനങ്ങൾക്ക്? ഇഷ്ടമില്ലാത്തൊരച്ചി തൊടുന്നതെല്ലാം കുറ്റം എന്ന മാനസികാവസ്ഥയിലിരിക്കുന്ന ആളുകൾ അവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന ഹാങ് ഓവറിൽ ഇപ്പോഴും സംസാരിക്കുന്ന ആളുകൾക്ക് ഇതിനപ്പുറത്തേക്ക് പറയാൻ കഴിയുമെന്നും തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട രാജു എബ്രഹാമിനെ പോലെയുള്ള ആളുകൾ ഒരല്പം കൂടി റിയലിസ്റ്റിക്കായി ചിന്തിക്കണം എന്ന ഒരു അഭ്യർത്ഥന മാത്രമാണ് നടത്തുന്നത്. ഭരണപക്ഷ MLA-മാർ പോലും പല പാളിച്ചകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റാന്നിയിലെയും മറ്റുമൊക്കെ MLA-മാർ തന്നെ പറയുന്നുണ്ട് പാളിച്ചകൾ. ആറന്മുളയിലെയും നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാം. ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. ഈ 2 ദിവസം, പ്രത്യേകിച്ച് ഇന്നലെ ഒരു ദിവസം സംഭവിച്ച ഈ മഴയുടെ തോതും ഡാമിൽ വന്ന വെള്ളവും അവിടുന്ന് തുറന്നുവിട്ട കാര്യങ്ങളുണ്ടോ എന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനിർമ്മിത പ്രളയമാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആറന്മുള MLA ഏതെങ്കിലും വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അബിൻ വർക്കി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ റാന്നി MLA പഴകുളം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പറയാം. അവരുടെ പറഞ്ഞിട്ടുണ്ട് എന്നല്ല, അവർ ഈ സിസ്റ്റത്തിനകത്ത് പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പരിഹരിക്കപ്പെടാത്ത പ്രയാസങ്ങൾ ഒരുപക്ഷെ ചൂണ്ടിക്കാണിച്ചേക്കാം. അത് പരിഹരിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ന്യൂസ് 18 ചാനൽ അത് പുറത്തുവിടണം. അതിനാണല്ലോ ഭരണ സംവിധാനം ഇവിടെയുള്ളത്. ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും മുന്നറിയിപ്പ് കിട്ടിയിട്ടും അതിനെ അവഗണിച്ച, സിസ്റ്റത്തെ ഏകോപിപ്പിക്കാത്ത ഒരു സർക്കാർ സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ പറയണം. ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നിടത്തോളം ഇന്നലെ അതിരാവിലെ മുതൽ ഈ അലേർട്ട് വന്ന് നമുക്കറിയാം അർദ്ധരാത്രിയിലാണ് അലേർട്ട്. സാധാരണ തലേദിവസം വരുന്നതാണ് അലേർട്ട്. അത് അർദ്ധരാത്രിക്കാണ് അത് റെഡിലേക്ക് കൺവെർട്ട് റെഡിലേക്ക് വന്ന ഉടനെ തന്നെ സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും വെച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തന്നെയാണ് കേരളത്തിൽ നടന്നത്. ഓരോ ജില്ലകളിലേക്കും ഏകോപനത്തിന് മന്ത്രിമാരെ അയക്കുന്നു. റവന്യൂ വകുപ്പ് ഏകോപനം നടത്തുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ 65 ദുരിതാശ്വാസ ക്യാമ്പുകൾ വരുന്നു. 1600-ലധികം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്നു. അവിടെ വളരെ പെട്ടെന്നുണ്ടായ സജ്ജീകരണങ്ങൾ പറ്റാവുന്ന എല്ലാ തരത്തിലും അവിടെ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. ഉരുൾപൊട്ടലിലെ മരണം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മരണം പോലും നമ്മൾക്ക് അറിയാം. ഒരു മഴയുടെ ഭാഗമായിട്ട് അല്ലെ കഠിന മഴ വെള്ളക്കെട്ടിൽ വീണത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ആ തരത്തിലുള്ള മരണങ്ങളാണ് ഇന്നലെ പ്രത്യേകിച്ചും മലബാർ മേഖലയിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അത് ഈ സാഹചര്യത്തിൽ സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രയാസകരമായ സാഹചര്യമാണ്. പക്ഷെ അവിടെ ഗവൺമെന്റ് ആണ് അതിനെ ക്ഷണിച്ചു വരുത്തിയത്. മനുഷ്യനിർമ്മിതമാണ് എന്നൊക്കെ പറയുന്നത് ഒരൽപ്പം കടന്ന കൈയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് വിലയിരുത്താം. ഞങ്ങൾ ഓപ്പൺ ആണ്. ഒരു സർക്കാർ ആരംഭിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ കുറ്റം പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും, നഷ്ടപരിഹാരം, നമുക്ക് സമയം വരുന്നല്ലേ ഉള്ളൂ. കണക്കെടുക്കണ്ടേ? എത്ര വീടുകൾ പോയിട്ടുണ്ട്, എത്ര ആളുകൾക്ക് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ കണക്കെടുക്കണ്ടേ? ഇന്നലെ ദുരിതമുണ്ടായി, ഇന്ന് രാവിലേക്ക് വെള്ളം താഴുന്നതിന് മുമ്പ് അവിടെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയുന്നത് ഒരല്പം ബാലിശമല്ലേ? അങ്ങനെയാണെങ്കിൽ കവളപ്പാറയിലും പുത്തുമലയിലും ഒക്കെ വീടുകൾ ഉയർന്നു നിൽക്കുകയും അവിടെയൊക്കെയുള്ള നഷ്ടപരിഹാരങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം 2018 മുതൽ ഇങ്ങോട്ട് കേരളത്തിന്റെ നമുക്ക് ആ 18-ലെ ദുരന്തത്തെ, ഓൾ കേരള ദുരന്തത്തെ മാറ്റി നിർത്താം. അതിനു മുമ്പ് നിലമ്പൂരിലും അതിനുശേഷം കവളപ്പാറയിലും ഒക്കെ ഉണ്ടായ ദുരന്തങ്ങൾക്കകത്ത് പൊട്ടിത്തകർന്ന പാലങ്ങൾ വരെ 16ഓളം ആദിവാസി ഊരുകളിലേക്കുള്ള പാലം പോലും പുനർനിർമ്മിക്കപ്പെടാത്ത കേരളത്തിനകത്ത് നിന്നുകൊണ്ട് കുറ്റം പറയുമ്പോൾ സഹായം പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ അത് ചൂണ്ടിക്കാട്ടിയല്ലോ. അത് സമയമെടുത്ത് അല്ലെങ്കിൽ കുറച്ച് 4-5 ദിവസങ്ങൾ എടുത്ത് തീരുമാനിച്ചോളൂ, അതല്ല. പക്ഷേ ആശ്വാസകരമാകുന്ന നടപടികൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ടാകണമല്ലോ. ഒന്ന്, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഡാമുകൾ, 2 ഡാമുകൾ തുറന്നു മുന്നറിയിപ്പില്ലാതെ. അതാണ് ഈ സാഹചര്യം സൃഷ്ടിച്ചതെന്നാണ്. കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് നിങ്ങളും ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നതാണ്, മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് പറഞ്ഞു. പിന്നീട് അതിന്റെ തെളിവുകൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിങ്ങൾ പുറത്തുവിട്ടതാണ്. ചില സംഭാഷണങ്ങൾ ഉൾപ്പെടെ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഉള്ള ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ആ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അതിലെന്താണ് മറുപടി? മറ്റൊന്ന്,
ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ആളുകളെ ആദ്യം എത്തിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണല്ലോ. അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ചിരുന്നോ? അങ്ങനെയാണെങ്കിൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന പരാതി ജനങ്ങൾക്ക് പറയേണ്ടി വരില്ലല്ലോ. ഭക്ഷണം വൈകി എന്ന പരാതി പറയേണ്ടി വരില്ലല്ലോ. മരുന്നുൾപ്പെടെ കിട്ടിയില്ല എന്ന പരാതി പറയേണ്ടി വരില്ലല്ലോ. ഓരോന്നിനും മറുപടി പറയാം. 2018 പ്രളയകാലത്ത് മനുഷ്യനിർമ്മിത പ്രളയം എന്ന് അന്ന് ആ ദിവസം രാത്രി ഞങ്ങൾ പുരപ്പുറത്ത് കയറി വിളിച്ചതല്ല. അത് വളരെ നിങ്ങൾ തന്നെ പറഞ്ഞ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങളും ഞാനും ഒക്കെ അന്നിരുന്ന് ചർച്ച ചെയ്തു. ഓരോ പ്രദേശത്തുമുണ്ടായ മനുഷ്യനിർമ്മിത പ്രളയങ്ങളുടെ കാരണക്കാരെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ തെളിവുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഒരു ദിവസം ഇന്നലെ അതിരാവിലെ ആരംഭിച്ച മഴയ്ക്കകത്ത് വൈകുന്നേരത്തോടു കൂടി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഒരു പ്രദേശത്ത് മഴ വന്ന പ്രദേശത്ത് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സജ്ജീകരിക്കുന്ന സമയത്ത് അവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള 1-2 മണിക്കൂർ വൈകിട്ടുണ്ടെങ്കിൽ ആ ഭൂമിശാസ്ത്രം കൂടി നിങ്ങളും ഞങ്ങളും ഒക്കെ മനസ്സിലാക്കണം. പക്ഷേ അവിടെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും തുടർച്ചയായിട്ട് ഇന്ന് അവിടെ ഭക്ഷണമില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പരാതി പറഞ്ഞ ആളുകളെ പറ്റിയൊക്കെ ഞങ്ങൾ അവരുടെ ഫേസ്ബുക്ക് എടുത്ത് അവരുടെ രാഷ്ട്രീയത്തെയൊക്കെ പരാതി പറഞ്ഞ ആളുകൾ മാത്രമല്ല നിജേഷ്, എന്തിനാണ് തർക്കിക്കുന്നതെന്ന് അറിയത്തില്ല. നോക്കൂ, മന്ത്രി AP അനിൽകുമാർ അതിനെക്കുറിച്ച് പറയുന്നത് നോക്കൂ. മന്ത്രി AP അനിൽകുമാർ തന്നെ സമ്മതിച്ചു ഭക്ഷണ വിതരണം പാളി അല്ലെങ്കിൽ വൈകി എന്നത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഞാൻ രാവിലെ തന്നെ ആറന്മുളയുമായി ബന്ധപ്പെട്ട് അവിടെ MLA അബിൻ വർക്കിയുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു ക്യാമ്പിനകത്ത്, ആറന്മുള ക്യാമ്പിനകത്ത് ഭക്ഷണം എത്തുന്ന കാര്യത്തിൽ, രാവിലത്തെ പ്രഭാത ഭക്ഷണം എത്തുന്ന കാര്യത്തിൽ അല്പം വൈകിപ്പോയി എന്നുള്ള രീതിയിലൊരു പരാതിയാണ് അവിടെ നിന്ന് വന്നത്. ഉടനെ തന്നെ ജില്ലാ കളക്ടറെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അത് എത്താൻ അല്പം വൈകി എന്നേ ഉള്ളൂ. എല്ലാവർക്കും പ്രഭാത ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഉദ്ദേശിച്ച സമയത്ത് എത്തുന്നതിലുള്ളൊരു കാലതാമസമാണ് അത് പറഞ്ഞത്. മിനിസ്റ്റർ പറയുന്ന കേട്ടല്ലോ, ആരും ഇല്ലാത്തതൊന്നും പറഞ്ഞതല്ല. പ്രഭാത ഭക്ഷണം വൈകിയത് കൊണ്ടാണ് വൈകി എന്ന് പറയുന്നത്. മരുന്ന് കിട്ടിയില്ല, പ്രഷറിന്റെ മരുന്ന് ചേർച്ചിട്ട് മണിക്കൂറുകൾ കാത്തിരുന്ന് അത് പരാതി പറയുമ്പോഴാണ് അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത്. പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് ശേഷമാണ് കൊടുത്തത്. നിങ്ങൾ അന്വേഷിക്കേ, പ്രഭാത ഭക്ഷണം വാഹന സൗകര്യങ്ങളോ നിങ്ങൾ അന്വേഷിക്കും. നിങ്ങളെ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുകയാണ്. പ്രഭാത ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അത് ഉച്ചയ്ക്ക് ശേഷമായി പോയിട്ടുണ്ടെങ്കിൽ, ലഞ്ചിനും ശേഷമാണെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ തിരുത്തിയിട്ടുണ്ട് എങ്കിൽ ആ തിരുത്തലിനാണ് ഇതുപോലെയുള്ള ഒരു ദുരന്തമുഖത്ത് നമ്മൾ വില കൊടുക്കേണ്ടത്. ഞാൻ അതിനപ്പുറത്തേക്കൊന്നും കടന്നുപോയില്ല. നാളെ അത് ചർച്ച ചെയ്യപ്പെടട്ടെ, ഞാനത് പറഞ്ഞോട്ടൊന്നും പോകുന്നില്ല. ചർച്ച ചെയ്യപ്പെടണം. പക്ഷേ അനിൽകുമാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്, മന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടത് പരാതി വന്നു, പരിഹരിച്ചു. അങ്ങനെയാണല്ലോ. ഒരു പരാതി ഉയർന്നു വന്നാൽ, ക്യാമ്പിൽ നിന്ന് പരാതി ഉയർന്നു വന്നാൽ അത് കേൾക്കാൻ മനസ്സിലാത്തവരുണ്ടെങ്കിൽ, കേട്ടിട്ടില്ല എങ്കിൽ, പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കുക കൂടി ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, നല്ലത് എന്നുകൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ശരി, പ്രശ്നം പരിഹരിച്ചു പോയി. പക്ഷേ മുന്നൊരുക്കത്തിന്റെ പാളിച്ചയല്ലേ അവിടെ കണ്ടത് എന്നതാണല്ലോ നിജേഷ് അരവിന്ദ് ഞാൻ ചോദിച്ചത്. മുന്നൊരുക്കം ഉണ്ടായിരുന്നു എങ്കിൽ ആ വൈകൽ അവിടെ ഉണ്ടാകില്ലായിരുന്നു. അവർക്ക് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പരാതി പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ ക്രമീകരിക്കുകയും അത് ഏത് സമയവും ആവശ്യമാകുമെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ, അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. താങ്കളിലേക്ക് വരാം. ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോ ഞങ്ങളൊക്കെ ദുരിതാശ്വാസ നേതൃത്വം കൊടുത്ത ആളുകളാണ്. ഇതുപോലെ ബാലിശമായി പറയരുത്. ഞങ്ങളൊക്കെ ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പ് ഓരോ വർഷം. അതുകൊണ്ട് ഈ തരത്തിൽ ബാലിശമായ കാര്യങ്ങൾ ശ്രീ നിജേഷ് അരവിന്ദ് ചൂണ്ടിക്കാട്ടും. ഭക്ഷണം ഒരു നേരം പോലും വൈകിയ സമയമില്ലാത്ത അല്ലെങ്കിൽ അത്തരം പരാതികൾ ഉണ്ടാകാത്ത കാലവും ഉണ്ടായിരുന്നുവല്ലോ. അത് കരുതൽ എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കളിയാക്കിയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെയുള്ള കാലം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരുപക്ഷെ കമ്പാരിസൺ ഉണ്ടാകും. ദയവായി ഒന്ന്, എന്തായാലും ഇല്ലാത്തതല്ലല്ലോ പറഞ്ഞത്, മന്ത്രി പോലും സമ്മതിച്ച കാര്യമാണ്. താങ്കൾ ആദ്യം അത് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് കേൾപ്പിക്കേണ്ടി വന്നത്. സഹിഷ്ണുതാ പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞു തുടങ്ങിയ പരാതിയിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഉള്ള പരാതി ഉയർന്നതാണ് പറഞ്ഞത്. അവിടെ എത്ര മണിക്കൂർ വൈകി, ഉച്ചയ്ക്ക് ശേഷമാണോ കിട്ടിയതെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് ശേഷം കിട്ടിയതാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കിട്ടിയെന്ന് പറയാം. എന്തായാലും വൈകി എന്നുള്ളത് വാസ്തവമാണല്ലോ. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല പലയിടങ്ങളിലും എന്നത് വാസ്തവമാണല്ലോ. കൂടുതൽ സംവിധാനങ്ങൾ തരണമെന്ന് MLA മാർ തന്നെ പറയുന്നത്, അങ്ങനെയുള്ള ഇടപെടൽ വേണമെന്ന് MLA-മാർക്ക്, നിങ്ങളുടെ MLA-മാർക്ക് തന്നെ പറയേണ്ടി വരുന്നല്ലോ. അതൊരു വാസ്തവമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. MLA-മാർ മിണ്ടാതിരിക്കുന്നില്ലല്ലോ. ഞങ്ങളുടെ MLA-മാർ നാവ് അടച്ചു കെട്ടിയിട്ടില്ല. ഞങ്ങളത് MLA-മാർക്ക് പറയാനുള്ളതൊക്കെ പറയും, അതിന് പരിഹാരം ഉണ്ടാക്കും. ശരി, ശ്രീ D സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോ നിസാര കാര്യങ്ങളെ പൊലിപ്പിച്ചു കാണിക്കുന്നുണ്ടോ
ഞങ്ങൾ കേമന്മാരാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നേരിടുന്നതിൽ, അതിൽ ഞങ്ങൾ ആ കേമത്തരം കാണിച്ചിട്ടുണ്ട് എന്ന ഒരു മേനി പറച്ചിൽ കൂടി ഈ ദുരന്ത സമയത്ത് നടത്തുന്നുണ്ടോ? അങ്ങനെയാണോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? രാജു എബ്രഹാം ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾ അല്പം കടത്തി പറയുന്നതാണോ ഇപ്പോൾ? നോക്കൂ രേണുക, രാജു എബ്രഹാം XMLA, അദ്ദേഹം ദീർഘകാലം പത്തനംതിട്ട ജില്ലയിൽ ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനനേതാവാണ്. അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ച്, അതിന്റെ കോൺസിക്വൻസസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ജനങ്ങളോട്, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളോടൊക്കെ കൃത്യമായി മറുപടി പറയാൻ ഇന്ന് പ്രാപ്തിയുള്ള ഒരു ചുരുക്കം നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ രാജു എബ്രഹാം. അദ്ദേഹം വളരെ കൃത്യമായി അവർ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ കാലാവസ്ഥാ വിദഗ്ധനായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വ്യക്തി വളരെ കൃത്യമായി പറഞ്ഞു, തീവ്ര മഴയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, മേഘ കേന്ദ്രീകരണം ഇവ ഉണ്ടാകുമ്പോൾ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിന്റെ തീവ്രത മനുഷ്യന്റെ മേൽ പതിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ കഴിയുമായിരുന്നു. അത് കൃത്യമായ മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമ. ആവശ്യമായ മുൻകരുതൽ എടുക്കേണ്ടിടത്ത് അത് എടുക്കാതെ, അതിന്റെ പിറകെ നിൽക്കാതെ മറ്റു പല ആവശ്യങ്ങൾക്കുമായി നേതാക്കന്മാർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ നെട്ടോട്ടം ഓടിയതിന്റെ പ്രതിഫലനമാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് മനുഷ്യനിർമ്മിത പ്രളയമാണ്, അല്ലെങ്കിൽ എരണം കെട്ടവൻ നാട് ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു നടന്ന നേതാക്കന്മാരാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. ഞങ്ങൾക്ക് അത്തരമൊരു അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഇവിടെ ബഹുമാനപ്പെട്ട രാജു എബ്രഹാം XMLA പറഞ്ഞു, ഇത് മനുഷ്യനിർമ്മിത പ്രളയം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സർക്കാർ സ്പോൺസേഡ് പ്രളയം എന്നാണ്. ആ വാക്ക് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹം അതിനെ തെറ്റിച്ച് മനുഷ്യനിർമ്മിത പ്രളയം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് പറഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാരാണ്. അദ്ദേഹം പറഞ്ഞത് സർക്കാർ സ്പോൺസേഡ് പ്രളയമാണ്. അതിലൊരു തർക്കവുമില്ല, അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കാനോ വകുപ്പുകളെ സംയോജിപ്പിക്കാനോ ആ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടൽ നടത്താനോ, ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ പ്രാദേശികമായി ഈ ഇടപെടൽ നടത്താനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അതിന് പ്രാപ്തമാക്കുന്നത് ഗവൺമെന്റാണ്. എന്നാൽ അതുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈരാറ്റുപേട്ടയിലെയും മുതലപ്പൊഴിയിലെയും ഈ ദുരന്തം ബാധിതരായിട്ടുള്ള മുഴുവൻ ആളുകളും അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം ഇന്നലെ ഉച്ചവരെ മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ സൈറ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഈ ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ദുരന്തത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെ സംബന്ധിച്ച് വാർ റൂം തുറന്ന് കൃത്യമായ ആഹ്വാനങ്ങൾ നടത്തി എല്ലാ സജ്ജീകരണങ്ങളെയും, അതിനകത്ത് സമസ്ത മേഖലയും, ജീവകാരുണ്യ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, യുവജന സംഘടനകൾ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും യുവജന സംഘടനകൾ, എല്ലാ സഹായ ഹസ്തങ്ങളുമായി വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ മുഴുവൻ ആളുകളെയും ഏകോപിപ്പിക്കേണ്ടുന്ന ബാധ്യത ഏറ്റെടുത്ത് വാർ റൂമിന്റെ നേതൃത്വം വഹിക്കേണ്ടുന്ന മുഖ്യമന്ത്രി എവിടെയായിരുന്നു? ഇത് പറയുമ്പോൾ നമുക്ക് അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കുമോ? അദ്ദേഹം വിരുന്നുള്ളനിലായിരുന്നു, അദ്ദേഹം ബന്ധുരോഗ പരിചരണത്തിലായിരുന്നു, അദ്ദേഹം തുലാഭാര തൂക്കലിലായിരുന്നു. ഇങ്ങനെയുള്ള പരിപാടികളുമായി തന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് പകരം വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ദുരന്തത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ, അതിനെക്കുറിച്ച് തന്നെ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് കോൺഗ്രസും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഈ ദുരന്തം ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് മുതലപ്പൊഴിയിൽ 4 മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ കാണാനില്ല. ഈ ഹെലികോപ്റ്ററുമായി പോയി അവർക്ക് അടിയന്തരമായ സഹായം എത്തിക്കുന്നതിന് വേണ്ടി അവരുടെ വള്ളം എവിടെയെങ്കിലും ഇടിച്ചു കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഈ ഹെലികോപ്റ്ററുമായി കറങ്ങി നടക്കുകയാണ്. സത്യത്തിൽ ഇന്നലെ വരെ കോൺഗ്രസും വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരും പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തരുമ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? നിങ്ങൾ എന്താണ് ഈ നാട്ടിൽ ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്നത്? ഈ നാട്ടിൽ സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഉണ്ടായ സന്ദർഭങ്ങളിലെല്ലാം തന്നെ കേരളത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള വിഭാഗീയതയും മാറ്റിവെച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരെയും ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ സജ്ജമാക്കിയ ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ആ സർക്കാരിന്റെ സ്ഥാനത്താണ് ഇന്ന് നോക്കുകുത്തിയായി തുലാഭാര നേർച്ച നടത്തി, ബന്ധുരോഗ പരിചരണം നടത്തി, അതുപോലെ തന്നെ വിരുന്നുണ്ണൽ നടത്തി. ഇങ്ങനെ നടക്കുകയാണ്. നാണമില്ല നിങ്ങൾക്ക്? മുഖ്യമന്ത്രിയുടെ വിരുന്നുണ്ണലും ഹെലികോപ്റ്റർ യാത്രയും ഒക്കെ വലിയ വിവാദമാകുന്നുണ്ട്. CPM അത് വലിയ
വിമർശനമായി തന്നെ ഉയർത്തുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ഉല്ലാസ് ബാബു കൂടി നമുക്കൊപ്പം ചേരുകയാണ്, BJP പ്രതിനിധി. ശ്രീ ഉല്ലാസ് ബാബു, ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ AP അനിൽകുമാറിനോട് ചോദിക്കുമ്പോൾ നിർദ്ദേശങ്ങൾ വരുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്, അതനുസരിച്ചാണ് പ്രവർത്തിച്ചത് എന്ന് പറയുന്നു. കളർ കോഡ് നൽകുന്നത് കേന്ദ്രമാണ് എന്ന് പറയുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്തും വന്നിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ അത് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച അറിയിപ്പുമായി ബന്ധപ്പെടുത്തിയായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അതേ തെറ്റ് ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണോ? അപ്പോൾ വീഴ്ച എവിടെ സംഭവിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പിൽ വന്നിട്ടുള്ള പാളിച്ചയാണോ? എന്റെ രേണുക, നമുക്ക് രാഷ്ട്രീയം കളിക്കാം. ആ രാഷ്ട്രീയം കളിക്കുന്നതിൽ അതിനൊക്കെ ഒരു അന്തസ്സുണ്ട്. ഇത് വെറുതെ ഇപ്പൊ രേണുകയുടെ ചർച്ച തന്നെ നടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ രേണുകൊക്കെ മനുഷ്യരാണല്ലോ, നമുക്കിത് അവരൊക്കെ പറയുന്ന മറുപടി നോക്കും. ഇതിൽ യാഥാർത്ഥ്യങ്ങളുണ്ട്. BJPയും കോൺഗ്രസും CPM ഒന്നും ഇല്ല ഇതിനകത്ത്. നല്ല മറ്റേ ഉരുള് പൊട്ടുക, വെള്ളം പൊന്തുക എന്ന് പറയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്കാണ് പ്രയാസം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ട് കാലാവസ്ഥ പ്രയാസങ്ങളുണ്ട്. കാലവർഷം വരുന്നതിന് മുൻപ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അതാത് സർക്കാരുകളും ആ സർക്കാരുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള മറ്റ് സംഘങ്ങളും ചെയ്യേണ്ടത് ഉത്തരവാദിത്വമാണ്. 2018 കേരളം കണ്ടിട്ടുള്ള വലിയൊരു ദുരന്തമാണ്. ആ ദുരന്തം നമുക്ക് തന്നൊരു പാഠമുണ്ട്. ആ പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ 2019 ഈ പ്രയാസമുണ്ട്. അതിനുശേഷം നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കാലവർഷം എന്ന് പറയപ്പെടുന്നത് ഇന്ന് കേരളം നോക്കിക്കാണുന്ന ഏറ്റവും വലിയ ഭയപ്പാടുകൂടി നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ സാഹചര്യത്തെ പരിപൂർണമായിട്ട് വിലയിരുത്തി അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ എടുത്ത് ഇമ്മീഡിയറ്റ് ഷിഫ്റ്റിന്റെ ആവശ്യമുള്ള സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ് ഷിഫ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയപ്പെടുന്ന ഒരു പക്വമായിട്ടുള്ള ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി വരേണ്ടതാണ്. അതിൽ കോൺഗ്രസും CPMഉം BJP ഒന്നും ഇല്ല രേണുക. കാരണം അത് മനുഷ്യർക്ക് വേണ്ടി സ്വാഭാവികമായിട്ട് ഒരു ഭരണകർത്താവ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. അവിടെ ഇന്നത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കുറ്റപ്പെടുത്തലാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയുന്നത്, സർക്കാരിന്റെ ഹണിമൂൺ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. സർക്കാർ അധികാരത്തിൽ വന്ന് കുറച്ച് ദിവസങ്ങളായി. അപ്പൊ ആ ഹണിമൂൺ അവസാനിപ്പിച്ച് അവർ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അധികാരത്തിൽ വന്ന് ആ സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന പ്രവർത്തനത്തിൽ അവർ പെട്ടെന്ന് ജാഗരൂകരാകണം. കാരണം ഇല്ല എങ്കിൽ ഈ വരും ദിവസങ്ങളിൽ ഇതേപോലത്തെ പ്രയാസങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കെട്ടുകല്യാണങ്ങളുടെ കാലം കഴിഞ്ഞല്ലോ. ആ ഉത്സവം മതിയാക്കി അവർ അധികാരത്തിൽ വരണമെന്നാണ് പറയുന്നത്. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം എന്താണ്? 2, നമ്മൾ എവിടെയാണ് ജാഗ്രത ഉണ്ടാക്കേണ്ടത്? 3, നമ്മൾ എന്താണ് ഇതിനകത്ത് പരിഹാരം ഉണ്ടാക്കേണ്ടത്? 4, ഇതിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത്. രാഷ്ട്രീയം എന്തായാലും ഇപ്പൊ പറഞ്ഞ് കളിക്കാനുള്ളൂ. രാജു എബ്രഹാം ഒക്കെ പറയുന്നത് ബാലിശമായിട്ടുള്ള നിലപാടുകളാണ്. ഞാൻ കോൺഗ്രസിന്റെ വക്താവൊന്നുമല്ല. പക്ഷെ ഒരു റാന്നി MLA രാജു എബ്രഹാം പറഞ്ഞ കാര്യം, അദ്ദേഹം പറയുന്ന ജനകീയ വിഷയം അത് 100% അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം നഷ്ടപരിഹാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇല്ല, അത് പോട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ IMD എവിടേക്ക് പോണു? പല ജില്ലകളിലും റെഡ് അലർട്ട് നൽകുന്നത്, റെഡ് അലർട്ടിന് സമാനമായുള്ള മഴ പെയ്ത് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷമാണ് റെഡ് അലർട്ട് നൽകുന്നത്. ആ റെഡ് അലർട്ട് നേരത്തെ കിട്ടിയാൽ നമുക്ക് ആ മുന്നറിയിപ്പ് ജനങ്ങളിലേക്ക് പകരാം, അവർക്ക് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കാൻ കഴിയും. അത് പാളുന്നത് എന്തുകൊണ്ട് എന്നതാണല്ലോ ചോദ്യം. എവിടെയും പാളിയിട്ടില്ല. രേണുകയ്ക്ക് ആരെ പറഞ്ഞ പാളിയെന്ന്? എന്റെ രേണുക രാജു എബ്രഹാം പറഞ്ഞ ആ കാര്യം മാത്രം താങ്കൾ കേട്ടില്ലേ? അല്ല, ഞാനൊരു ഒന്നുകിൽ രേണുക 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇനി രേണുകയ്ക്ക് വല്ലാണ്ട് തിരക്കുന്നുണ്ടെങ്കിൽ രേണുക ചർച്ച ചെയ്തോ, എന്നെ ഈ പണിക്ക് വിളിക്കണ്ട. അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക. അല്ലാണ്ട് മറ്റേ ചർച്ചയുടെ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ. ഞാൻ അങ്ങനെയൊന്നും കാണിച്ചില്ല, പറഞ്ഞോളൂ, കാര്യം പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുക. 2 കാര്യങ്ങളുള്ളൂ. രാജു എബ്രഹാം പറഞ്ഞ എല്ലാ കാര്യത്തിനും മറുപടി പറയാം. രാജു എബ്രഹാം നഷ്ടപരിഹാര തുക കൊടുക്കുന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞു. അത് പ്രായോഗികമല്ലെന്ന്. അത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും പ്രായോഗികമല്ല. 2018 ഈ ചാലക്കുടി പുഴ പൊഴുകിയ സമയത്ത് അങ്കമാലി, ആലുവ, എറണാകുളം അടങ്ങുന്ന സ്ഥലത്ത് നശിച്ചു പോയിട്ടുള്ള കടകൾ എത്രയാണെന്ന് രേണുവയ്ക്ക് വല്ല ബോധ്യമുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങളുടെ News 18 ചാനലിലും മറ്റു ചാനലിലൂടെ അന്വേഷിച്ച് നോക്കൂ, റിപ്പോർട്ടർമാർ ചോദിച്ചു നോക്കൂ. ഇന്ന് ഈ നിമിഷം വരെ വന്നിട്ടില്ല. അന്ന് ഈ പാവപ്പെട്ട ആളുകളെ വെള്ളത്തിൽ നിന്ന് കരകയറ്റാൻ വന്നിട്ടുള്ള വള്ളക്കാരുണ്ട്. ഇന്ന് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെയുള്ള വള്ളക്കാർ, ആ വള്ളക്കാരുടെ വള്ളം നശിച്ചതിന് നഷ്ടപരിഹാരം ഇതുവരെ കൊടുത്തിട്ടില്ല. 2018 26 വന്ന് നിൽക്കുകയാണ്. ആ കൊടുക്കാത്ത ആളുകളാണ് ഇപ്പോൾ
ഈ കാര്യങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നത്. ഇവിടെ വിമർശനമല്ല വേണ്ടത്. സർക്കാരിന്റെ ഭാഗത്ത് കാലാവസ്ഥാ നിരീക്ഷണത്തെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതാത് സർക്കാരുകൾ ആ ഡിപ്പാർട്ട്മെന്റുകൾ അത് കൈമാറുന്നുമുണ്ട്. വെറുതെ അതിനെക്കുറിച്ച് അറിവും വിവരവും ഇല്ലാത്ത രീതിയിൽ മണ്ടന്മാരെ പോലെ ചർച്ച ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ആ കാര്യങ്ങൾ കാലാവസ്ഥാ ഞാൻ അതിൽ താങ്കളോട് തർക്കത്തിനില്ല. ഡോക്ടർ അജിൽ കോട്ടയിൽ, ഇതിലിപ്പോൾ മന്ത്രി പറയുന്നത് നമുക്ക് അറിയിപ്പുകൾ കിട്ടുന്നതനുസരിച്ചാണ് കൈമാറുന്നത്, കേരളത്തിന് അല്ല അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനത്തിനല്ല എന്ന് പറയുന്നു. IMDയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ്, ഉച്ചയ്ക്കുള്ള വിവരങ്ങളാണ് ഏറ്റവും ആധികാരികമെന്ന് പറയുന്നു. ഇതിൽ സംസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കൃത്യതയുള്ള വിവരങ്ങൾ, അതിന് കൂടുതൽ വലിയ സംവിധാനങ്ങൾ ഇനിയും ആവശ്യമാണോ? നമ്മൾ ഓഖി ഉണ്ടായ കാലത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നീടുണ്ടായ പ്രളയ സമയത്ത് എങ്ങനെയാണ് കൃത്യമായ അറിയിപ്പുകൾ നൽകാൻ പറ്റുക, അതിനുള്ള സാഹചര്യങ്ങൾ എന്ന് സംസാരിച്ചു. ഇപ്പോൾ അതിൻ്റെ ആവർത്തനം ഉണ്ടാവുകയാണ്. കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. കുറച്ച് സമയത്ത് പെയ്യുന്ന അധിക മഴ കേരളത്തിന് വലിയ ഭീഷണിയായി മാറുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ കരുതണം? എന്ത് സംവിധാനത്തെ ആശ്രയിക്കണം ഈ അറിയിപ്പുകൾ കൃത്യമാകണമെങ്കിൽ? തീർച്ചയായിട്ടും കേരളത്തിലെ പ്രധാനമായിട്ടും നമ്മുടെ ദുരന്തങ്ങൾ കൂടുന്നത് പലപ്പോഴും കാലാവസ്ഥ മുന്നറിയിപ്പില്ലാത്തതുകൊണ്ടല്ല. ഞാനീ പറയുന്ന പോലെ കാലാവസ്ഥ മുന്നറിയിപ്പ് എന്നൊരു പ്രോബബിലിസ്റ്റിക് ഫോർകാസ്റ്റാണ്. അതായത് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ മഴ പെയ്യാനുള്ള സാധ്യത മാത്രമാണ് അത് പ്രവചിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ഡിസ്ട്രിക്റ്റ് മുഴുവൻ റെഡ് അലർട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ അതിതീവ്ര മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമാണ്, പെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പലപ്പോഴും ഇത് താഴെത്തട്ടിലേക്ക് എത്താനുള്ളൊരു പ്രയാസം, ഒരു ചലഞ്ചാണ് കൂടുതലായിട്ടും നമുക്ക് എനിക്ക് തോന്നുന്നു പല ദുരന്തങ്ങളും രൂക്ഷമാക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. ഈ പറയുന്ന പോലെ ഈ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ മേഘത്തിൻ്റെ കേന്ദ്രീകരണവും ന്യൂനമർദ്ദങ്ങളുടെ പൊസിഷനിങ്ങും എല്ലാം നമുക്കറിയാം. നമുക്ക് ഒരുപക്ഷെ 2-3 ദിവസങ്ങളിൽ തന്നെ നമുക്ക് അതിൻ്റെ പ്രയറായിട്ടുള്ള അറിയിപ്പുകൾ പല സ്ഥലത്തു നിന്നും നമുക്ക് റിലയബിളായിട്ട് കിട്ടും. പക്ഷേ ഈ പറയുന്ന നമുക്കറിയാം 2018 മുതൽ ഏത് നോക്കിയാലും നമുക്കറിയാം വളരെ പ്രാദേശികമായിട്ടും എക്സ്ട്രീം റെയിൻഫോൾ ഇവൻറ്റ്സ് ആണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി കൂടുന്നുണ്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ട്. ഇത് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ല, ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പരിമിതമായിട്ടുള്ള കിട്ടിയ അറിയിപ്പ് ആണെങ്കിൽ തന്നെയും അതിലേക്ക് നമുക്ക് തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളത് മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ള വഴിയുള്ളൂ. നമുക്ക് ഡോക്ടർ അജിൽ, ഞാനൊന്ന് ഇടപെട്ടെന്ന് ചോദിച്ചോട്ടെ. 2024 ഈ വയനാട് ദുരന്ത സമയത്തും അവിടെ ഓറഞ്ച് അലർട്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമാനമായ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ പത്തനംതിട്ടയിലും സമാനമായ സാഹചര്യമാണ്. അപ്പോൾ ഓറഞ്ച് അലർട്ടിൽ തന്നെ റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള കരുതൽ എടുക്കുക എന്നതാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറയുന്ന പോലെ ഈ റീജിയണൽ സ്കെയിലുള്ള എക്സ്ട്രീംസ് ഒരു കാരണവശാലും നമുക്ക് ഒരു ദിവസം മുമ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് നമുക്ക് മാക്സിമം സാധിക്കാൻ പറ്റുമെങ്കിൽ പോലും അത് നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 3-4 മണിക്കൂർ മുമ്പായിരിക്കും. അതൊരു പക്ഷേ 3-4 മണിക്കൂർ മുമ്പ് ഒരു പക്ഷേ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് അർദ്ധരാത്രിയിലാണെങ്കിൽ അതെങ്ങനെ പലപ്പോഴും ദുരന്ത നിവാരണത്തിനും ജനങ്ങളുടെ റീലൊക്കേഷനും എല്ലാം ഉള്ള സമയം പക്ഷേ അത് പര്യാപ്തമായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഈ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഒരു ഓറഞ്ച് അലർട്ടും, അതായത് അതിതീവ്ര മഴ ഏതെങ്കിലും പ്രദേശത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും സെൻട്രൽ കേരള ആയിരിക്കാം, സൗത്ത് ആയിരിക്കാം, നോർത്ത് ആയിരിക്കാം, ഒരു സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കാമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ലല്ലോ. നമുക്ക് 2018 മുതൽ തന്നെ നമ്മൾ ഓരോ വർഷവും ഈ പറയുന്ന പോലുള്ള കാലാവസ്ഥ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് അഭിമുഖീകരിക്കപ്പെട്ടേക്കാം. അടുത്ത വർഷം തീർച്ചയായിട്ടും നമുക്ക് ഇത് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് പ്രൊആക്റ്റീവായിട്ടുള്ള മെഷേഴ്സാണ്. ഒരുപക്ഷെ നമ്മൾ ഒരു വൾണറബിളായിട്ടുള്ള പ്രദേശങ്ങൾ നമുക്കറിയാം, നദികൾ അടുത്തുള്ള പ്രദേശങ്ങൾ നമുക്കറിയാം, മലഞ്ചരിവുകളിലുള്ള വീടുകളുള്ള പ്രദേശങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള അലർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സാധ്യത പ്രവചിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോബബിലിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിനി നമ്മുടെ മുന്നിലുള്ള വഴികളുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം അത് ചെയ്യേണ്ടത് താഴെത്തട്ടിൽ, ഏറ്റവും ഗവൺമെൻറ് ലെവലിലാണല്ലോ ഏറ്റവും താഴെത്തട്ടിലുള്ള ഏജൻസികളാണ്, നമ്മുടെ ദുരന്ത നിവാരണ ഏജൻസികളാണ് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെതിരെ പര്യാപ്തമാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ചുകൂടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ, ഈ പറയുന്ന പോലെ 2018 മുതൽ നമ്മളിത് ആവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും അതിനോടനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും. അത് തീർച്ചയായിട്ടും ഇപ്പം കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ
കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനങ്ങൾ കുറേ അധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പല പഞ്ചായത്തുകൾ തന്നെ റെയിൻ നിരീക്ഷണ കേന്ദ്രങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഇൻഫർമേഷൻ നമുക്കെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ തന്നെ ശാസ്ത്രലോകത്തെ കുറച്ചുകൂടെ കാര്യമായിട്ട് മുന്നോട്ടെടുക്കാം. ഇപ്പോൾ ഈ കേരളത്തിൽ മാറുന്ന കാലാവസ്ഥയെക്കുറിച്ചും ക്ലൗഡിൻ്റെ സ്ട്രക്ചറിലുള്ള ചേഞ്ചസിനെ കുറിച്ചും അറബിക്കടലിൻ്റെ താപനിലയെക്കുറിച്ചുമൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെ വളരെ ആധികാരികമായിട്ടുള്ള വിശാല പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നോളജുകളും ശാസ്ത്രലോകത്തെയും അതേപോലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ദുരന്തത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനുള്ള മെഷേഴ്സ് നമുക്ക് വരും കാലങ്ങളിൽ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അതിനുശേഷവും വന്നിട്ടുള്ള വീഴ്ചകൾ എണ്ണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. താങ്കൾ കുറച്ച് മറുപടിയും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ അതിനും അപ്പുറം പിന്നെയും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ തവണ ദുരന്ത സമയങ്ങളിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിനെ PR എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കളിയാക്കിയിട്ടുണ്ടാകും. പക്ഷേ അത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു കരുതൽ മാത്രവുമല്ല, ഇടപെടൽ അതൊക്കെ വളരെ വലുതായിരുന്നല്ലോ. പക്ഷേ ഇപ്പോഴതല്ല. മുഖ്യമന്ത്രി രാവിലെ ഒരു നേരം ഭക്ഷണം ഉച്ചയ്ക്കായോ എന്ന് താങ്കൾ ചോദിച്ചു. പക്ഷേ മുഖ്യമന്ത്രി വിരുന്നുണ്ടുന്ന ചിത്രമാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളവർ കാണുന്നത് എന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹെലികോപ്റ്റർ യാത്ര, മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാത്ത ആളൊന്നുമല്ല. പക്ഷേ ഈ അവസരങ്ങളിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യം സ്വർണ്ണക്കട ഉദ്ഘാടനവും മറ്റുമായി പോകുന്നു. അപ്പോൾ അത് ഈ ഘട്ടത്തിൽ അനുവദനീയമാണോ? അത്തരം വിമർശനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകില്ലേ? ഇങ്ങനെ ഒരു ദുരിത സമയത്ത് ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അത് ഏത് പൂക്കി സ്റ്റൈലായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ? മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായി ഏതെങ്കിലും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ അദ്ദേഹത്തിന് യാതൊരു പ്രയാസവുമില്ല. ചില വാക്കുകൾ കടമെടുത്ത് നിരന്തരമായി ആക്ഷേപിക്കുന്നതിനോട് താല്പര്യവുമില്ല. ഇനി നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊന്ന്, ഇത് അറിയിപ്പ് വന്നിരിക്കുന്നു, അത് കേന്ദ്രം തന്നില്ല, ഇത് കേരള പ്രശ്നമല്ല. നമ്മൾക്ക് ഈ വിഷയം ഇതിന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, ഞാനല്ല പറഞ്ഞത്, അനിൽകുമാർ പറഞ്ഞതാണ്, നിങ്ങളുടെ മിനിസ്റ്റർ, നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് വന്ന അറിയിപ്പാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതിനകത്തൊരു പൊളിറ്റിക്സ് ഇല്ല. ഇല്ലാത്ത രാഷ്ട്രീയത്തെ കൊണ്ടുവരല്ലേ. ആ കിട്ടിയ അറിയിപ്പ് കൊടുക്കല്, അല്ലാതെ നേരത്തെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ മന്ത്രിമാരാണ് ഈ പ്രഖ്യാപനം നടത്തേണ്ടത് എന്നൊക്കെ പറയുന്നത്, അത് എത്രത്തോളം വന്ന സമയത്ത് അതിന്റെ രോഗകാരണങ്ങളെ പറ്റിയും രോഗകാരിയെ പറ്റിയും ഒക്കെ നമ്മുടെ മന്ത്രിമാര് ജനപ്രതിനിധികളും പറയുന്നത്. കേന്ദ്രത്തിനെ വിമർശിച്ചു എന്ന് പറഞ്ഞപ്പോ നിജേഷ് അരവിന്ദ് പേടിച്ചു പോയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ നിന്നുള്ള അറിയിപ്പാണ് അദ്ദേഹം, അവിടെ നിന്ന് ഈ അറിയിപ്പാണ് കിട്ടിയത്, അവിടെ നിന്നാണ് ആ വീഴ്ചയെന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഈ ഒരു ദയവ് ചെയ്ത്, അത് എന്നെ ഇപ്പൊ ഇന്നൊന്നിലും നല്ലല്ലോ രേണുക കാണുന്നത് ഈ കേന്ദ്രത്തിന് പേടിയുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത നെറേറ്റീവ് സൃഷ്ടിക്കല്ലേ. എനിക്കത് പറയുന്നത് പേടിയുമില്ല. എനിക്കൊക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിൽ വെള്ളം ചേർക്കാറില്ല. ഇനി ചേർക്കേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മളിത് നിർത്തുക ചെയ്യുക. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ കാണുന്നതിനനുസരിച്ച് രാഷ്ട്രീയം ഉണ്ടാക്കുന്ന ആളുകളൊന്നുമല്ല. നമുക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്, നിരന്തരമായ പൊളിറ്റിക്സ് ഉണ്ട്. ഇന്ന് ഞാൻ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് News 18 കാണുന്ന കുറെ പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകർക്ക് ആശ്വാസകരമായ സമാശ്വാസകരമായ എന്തെങ്കിലുമൊക്കെ അവർക്ക് ലഭിക്കണം എന്നുള്ള താല്പര്യത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൊടുത്ത അറിയിപ്പ് അത് രാവിലെ ആയിപ്പോയി. നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രിയെ പറ്റി അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി മലപ്പുറത്ത് ഇന്നലെ രാവിലെ എത്തുന്നവരെ ട്രെയിൻ ഗതാഗതമോ ബസ് ഗതാഗതമോ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ട്രെയിനിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതൊരു സ്വാഭാവിക നടപടിയല്ല. ഇന്നലെ രാവിലെ അദ്ദേഹം മലപ്പുറത്തുണ്ടായിരുന്നു എന്ന് വെച്ച് അദ്ദേഹം രാവിലെ അദ്ദേഹത്തെ ഹാൻഡിൽ നോക്കൂ. നിങ്ങൾ പരിശോധിക്കുക, ഓപ്പൺ അല്ലേ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങൾ. അദ്ദേഹം ഇന്നലെ രാവിലെ ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾക്ക് പരിശോധിക്കാം. അതൊരു സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നതിൽ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിലെ ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. എന്നാൽ രാവിലെ തന്നെ അദ്ദേഹം കൊടുത്ത നിർദ്ദേശങ്ങൾ, ഇന്നത്തെ കാര്യങ്ങളുടെ അടിയന്തര യോഗത്തെ പറ്റിയും മന്ത്രിമാരെ ഡെപ്യൂട്ട് ചെയ്തതിനെ പറ്റി രാവിലെ കൊടുത്തിട്ടുണ്ട്, ഉച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട്, വൈകുന്നേരം കൊടുത്തിട്ടുണ്ട്, രാത്രി കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് നോക്കി ഷെയർ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അദ്ദേഹം അതിന്റെ മുമ്പിലത്തെ ദിവസം ഹെലികോപ്റ്ററിൽ വന്നു. യാഥാർത്ഥ്യമുള്ളത് അദ്ദേഹം വന്നിട്ടുണ്ട്. എറണാകുളത്തെ വ്യത്യസ്ത പരിപാടികൾ പങ്കെടുക്കാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ വന്നിട്ടുണ്ട്. ആരുടെ ഹെലികോപ്റ്ററാണ്?
കേരള ഗവൺമെന്റ് 6 മാസക്കാലത്തേക്ക് ഒരു കൊല്ലക്കാലത്തേക്ക് വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്റർ ഭാഗ്യവശാൽ അതിന്റെ ജീവിതമാസം 31 കഴിഞ്ഞു. ആ ഹെലികോപ്റ്റർ എടുക്കണമെങ്കിൽ ഓടണമെങ്കിൽ 80 ലക്ഷം രൂപ അഡ്വാൻസ് മാസം തുടങ്ങുന്ന സമയത്ത് അടയ്ക്കണം. 25 മണിക്കൂർ നമ്മൾ ഓടണം. 25 മണിക്കൂർ. ശ്രീ നിജേഷ് അരവിന്ദ്, മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് ഇത് ഏകോപിപ്പിക്കേണ്ടുന്ന വ്യക്തിയാണ്. അല്ല, വെറുതെ കിടക്കുമ്പോ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധ മറ്റു വിഷയങ്ങളിലായി പോയാൽ ആരിതിനെ ഏകോപിപ്പിക്കുമെന്നൊരു ചോദ്യമുണ്ട്. മുതലപ്പൊഴിയിൽ 13 മണിക്കൂറിന് ശേഷമാണ് NDRF സംഘം എത്തുന്നത്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി കേരളത്തിൽ പത്തനംതിട്ടയിലും ഇടുക്കിയിലും പ്രളയമുണ്ടായപ്പോൾ ജൂലൈ മാസം 31-ാം തീയതി അദ്ദേഹം നടത്തിയ യാത്രയും ജൂലൈ മാസം 25 അദ്ദേഹം അമ്പലത്തിൽ പോയതിനെയും കുറ്റപ്പെടുത്തുന്നതിലെ രാഷ്ട്രീയ സാങ്കത്യം എന്താണ്? നിങ്ങൾ പറ. ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് അദ്ദേഹം പോയതെങ്കിൽ ഞാൻ അംഗീകരിക്കാം. ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് അദ്ദേഹം തുലാഭാരം നടത്തിയെങ്കിൽ നമ്മൾക്ക് അംഗീകരിക്കാം. പിന്നെ അദ്ദേഹം പറയുകയാണ് ഞാൻ തുലാഭാരത്തിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയില്ലല്ലോ. പക്ഷേ മുഖ്യമന്ത്രി വിരുന്നുണ്ണുന്ന ഫോട്ടോ വരുമ്പോൾ പൊന്നാനിയിൽ വലിയ രീതിയിലുള്ള കെടുതിയിലായിരുന്നു മനുഷ്യർ. അവിടെ നിന്ന് അധികം ദൂരത്തിലല്ല. അവിടുത്തെ MLA ഉണ്ടായിരുന്നു ആ വിരുന്നിൽ. MLA ചോദിക്കുകയാണ്, അത് ഞങ്ങൾ വന്നതിന് ശേഷമാണോ, 20 വർഷമായിട്ട് ആരാണ് MLA എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിരുന്നിന്റെ സമയവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതൊക്കെ വിരുന്നിന്റെ സമയവും കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. അതായത് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊരു വാദഗതിയോടൊന്നും എനിക്ക് അദ്ദേഹം കോർഡിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറ്റമാണ്. CPM-നെ പ്രതി ഇന്നലെ ഇപ്പൊ പറഞ്ഞു, നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതോടാണല്ലോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? സന്നദ്ധ സംഘടനകൾ ഇറങ്ങണം. സന്നദ്ധ സംഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? ആള് വിളിച്ചു വരുത്തി ഇറങ്ങേണ്ടതല്ല. ഒരു പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്ത് ആ ചാടി ഇറങ്ങുന്നവരാണ് സന്നദ്ധ സംഘടന. ഇന്നലെ ചാടി ഇറങ്ങിയ എല്ലാ രാഷ്ട്രീയ കോൺഗ്രസ് ഉണ്ടാവാം, KSU ഉണ്ടാവാം, മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടാവാം. അവർ ചാടി ഇറങ്ങിയിട്ട് അവര് സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു. പിന്നീട് അതൊന്ന് തണുത്ത് അതിനുശേഷം നമുക്ക് യോഗം വിളിക്കാം. അല്ലാതെ ഇന്നലെ തന്നെ യോഗം വിളിക്കേണ്ടതാണ്. ഉന്നതതല ഉദ്യോഗസ്ഥർ യോഗം വിളിച്ച് അടിയന്തരമായി ക്യാമ്പുകൾ തുറക്കാൻ പറഞ്ഞു. ക്യാമ്പുകൾ തുറന്നു. ഇന്നലെ ഉച്ചയോടുകൂടി ക്യാമ്പുകൾ സന്നദ്ധമായി കഴിഞ്ഞു. അപ്പൊ പറയുന്നു, ക്യാമ്പുകളിൽ ഒരാൾ വീട്ടിലിരിക്കുന്ന ആളുകൾ അവരെ തേടി പിടിച്ചു കൊണ്ടുവരാൻ സംശയമില്ല. പക്ഷെ അതിനുള്ള സമയമായിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കുക. കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരു ചാനൽ ഓപ്പൺ ആക്കി കൊടുക്കുക, അദ്ദേഹം കുറെ പ്രസംഗം നടത്തി തിരിച്ചു പോവുകയും ചെയ്ത് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അവതാരിക അതല്ലേ ശരി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എതിർക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. താങ്കൾ പറയുന്നത് പൂർണ്ണമായും വ്യക്തമാകുന്നില്ല. എന്തായാലും ഞാൻ ആരുടെയും ചുവട് പിടിച്ചല്ല ചോദിച്ചത്. പൊന്നാനിയിൽ വലിയ കെടുതി അനുഭവിക്കുമ്പോഴാണ് അവിടെ മുഖ്യമന്ത്രി വിരുന്നുണ്ണുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കപ്പെടുന്നത്. ഒരു ഔചിത്യം എന്നതുണ്ടല്ലോ. 8 മനുഷ്യർ മരിച്ചിരിക്കുന്ന ഒരു സമയത്ത് കുറേയധികം ആളുകൾ വെള്ളപ്പൊക്കത്തിൽ ബുദ്ധിമുട്ടുന്ന സമയത്ത്, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സഹിക്കുന്ന സമയത്ത് ഔചിത്യം എന്ന് പറയുന്നതുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷനിലാണ് എങ്കിൽ പോലും നമ്മൾ അതിന്റെ ഫോട്ടോകൾ പങ്കുവെക്കേണ്ട സമയം, ഫോട്ടോകൾ ഈ സമയത്ത് ഇത് പങ്കുവെക്കാമോ എന്ന് പോലും നമ്മൾ ആശങ്കപ്പെടും. അത് ഏത് സാധാരണ മനുഷ്യനുമാണ്. നമ്മളത് മറ്റൊരു ദുഃഖം അനുഭവിക്കുന്ന ആളോട് ഐക്യപ്പെടുകയാണ്. അതുമൊക്കെ ഒരു മാനറിസം ആണല്ലോ. അപ്പോൾ അങ്ങനെ കൂടി അത് ചിന്തിക്കുക. അതൊരു വിമർശനമായി കാണണ്ട. അത് ഔചിത്യത്തിന്റെ കൂടി പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ നിജേഷ് അരവിന്ദ്, ഔചിത്യത്തിന്റെ പ്രശ്നവും കൂടി അതിലുണ്ട്. ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോ കഴിഞ്ഞ പ്രളയ സമയത്ത് DYFIക്കാർ മാത്രമല്ല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. കേരളം ഒന്നാകെയാണ്. ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് ചോദിച്ചു ഒന്നിച്ച് തന്നെയാണ് ഇറങ്ങിയത്. ഒരു രാഷ്ട്രീയം അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഇതാ നോക്കൂ, ഇന്നലെ പ്രളയം, ഇന്ന് ഇതാ വിവാദം ഉണ്ടാക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള പ്രസ്താവനയിൽ ഭൂരിഭാഗം സ്ഥലവും മാറ്റിവെക്കുന്നത് മുഖ്യമന്ത്രിയെ കുറ്റം പറയാനാണ്. അതിനുള്ള സമയമാണോ? അങ്ങനെ ഒരു സ്വയം ചിന്ത നിങ്ങളും നടത്തുന്നത് നല്ലതാണോ? ഇപ്പൊ തന്നെ രേണുക പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി എന്നോടാണോ ഇതൊരു കേരള പ്രശ്നമല്ല എന്നാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എനിക്കും അതേതാണ് അഭിപ്രായം. ഇത് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും പ്രശ്നമല്ല. ഇത് കേരളത്തിലെ ദുരന്തബാധിതരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നം അവർ അഭിമുഖീകരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അറ്റ് ദാറ്റ് ടൈം എവിടെയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് മറുപടി പറയാതെ അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ചുകൂടെ, അദ്ദേഹത്തിന് കട ഉദ്ഘാടനം ചെയ്തുകൂടെ, അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇടപെട്ടുകൂടെ എന്ന് ചോദിച്ചാൽ ഇടപെടാം. അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ്. ആ സന്ദർഭത്തിൽ ഇന്നലെ ഉച്ചവരെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഈ ദുരന്തത്തെ കുറിച്ച് ഒരു വരി പോലും അതിനകത്ത് ഉരിയാടിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ല എങ്കിൽ നിരുപാധികം മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. ഇത് ഇങ്ങനെയാണോ കേരളത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായ അനുഭവം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മുൻകാലങ്ങളിൽ എന്തായിരുന്നു? വാർ റൂം തുറന്ന് യുദ്ധസമാനമായ സാഹചര്യത്തെ ഏത് രൂപത്തിലും അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ഈ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്ന ഒരു ഭരണാധികാരികൾ
ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഈ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇന്നിപ്പോൾ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഹെലികോപ്റ്ററിൽ കറങ്ങി നടക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ വിമർശനം പ്രളയം ഇന്നലെ വൈകുന്നേരത്തോടെ അസ്തമിക്കുകയാണ്. നിങ്ങൾക്ക് ഹാങ് ഓവറാണ്, ഭരണം നഷ്ടപ്പെട്ട ഹാങ് ഓവറാണ്. അത് നിങ്ങൾ ഭരിക്കാൻ അനുവദിക്കാതെ ഈ ഹാങ് ഓവർ നിങ്ങൾ എത്ര കാലം കൊണ്ടുവരുന്നത് ഈ ഹാങ് ഓവർ? എന്തൊരു കഷ്ടമാണിത്. ഇത് വന്നിട്ട് ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചത് ഹാങ് ഓവർ. നിങ്ങൾ ഈ ഹാങ് ഓവർ എന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ. ശബ്ദം വ്യക്തമല്ല ശ്രീ സുരേഷ് കുമാർ, ശബ്ദം വ്യക്തമല്ല. ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇതിപ്പോൾ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇമേജ് ബിൽഡിങ്ങിലും പകരം ചോദിക്കലിലും ഒക്കെ ആയിട്ട് മാറുന്നുണ്ടോ? ഈ ദുരന്ത സമയത്ത് പാടില്ലാത്തതാണോ നമ്മൾ കാണുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനോട് പറയൂ, ഈ രാഷ്ട്രീയത്തിന്റെ സമയമല്ല ഇത്. ജനങ്ങൾ വെള്ളത്തിലാണ്, ഒരുപാട് കുടുംബങ്ങൾ ദുരിതത്തിലാണ്, പട്ടിണിയിലാണ്. അവരുടെ കുറെ സംഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരുടെ ഭാവിയെ കുറിച്ച് പോലും ടെൻഷൻ അടിച്ച് അവർ വെള്ളത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ രാഷ്ട്രീയം കളിച്ച് കിടക്കാനല്ല വേണ്ട. പകരം സർക്കാരിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ അവർക്ക് സന്നദ്ധ സംഘടനകളുടെ ഭാഗത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഡാം തുറക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യണം. അതൊന്നും ചെയ്യാതെ വന്നിരുന്ന് ഇതെല്ലാം മഴയാണ്, ദുരന്തമാണ്, ഇതെല്ലാം ഞങ്ങൾ അഭിമുഖീകരിച്ചു കൊള്ളണം. ഇത് വിധിയാണെന്ന് പറയുന്നത് നിങ്ങളുടെ രീതിയുണ്ടല്ലോ, അത് നിങ്ങൾ ആദ്യം അവസാനിപ്പിക്കണം. ഇത് വിധിയല്ലേ, ഇത് സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ജനങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിങ്ങൾ നിറവേറ്റണം. തീർച്ചയായും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്, ദുരിതത്തിൽപ്പെടുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്, അവരെ ചേർത്ത് നിർത്താനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതൊക്കെ നമ്മുടെ സംവിധാനങ്ങൾ ഉറപ്പാക്കണം. അതിൽ രാഷ്ട്രീയം നോക്കരുത്. എന്തായാലും അതിന്റെ മാതൃക കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വേണ്ടത്. ഒപ്പം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ കൃത്യവും കാര്യക്ഷമവും ആകേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ എവിടെയാണോ പാളിച്ചെന്ന് വെച്ചാൽ അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കമോ കേരളത്തിൽ ഉണ്ടായത് എന്നതാണ് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചത്. അതേ എന്ന് പറയുന്നത് 31% പേർ മാത്രമാണ്, അല്ല എന്ന് പറയുന്നവരാണ് കൂടുതലും, 66% പേർ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.